ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു അയലക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു മൺചട്ടി ചൂടായപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ചധികം ഇഞ്ചി, വെളുത്തുള്ളി, കുഞ്ഞുള്ളി ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊക്കെ എണ്ണയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുഞ്ഞുള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം വേണം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, കാശ്മീരി ചില്ലി അല്ല, സാധാരണ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിക്കണം. പൊടിയുടെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 2 കഷ്ണം കുടംപുളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ മസാല ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ ഇതേ കറിയൊക്കെ നന്നായി തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സാധാ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കറിക്ക് ചാറ് ആവശ്യത്തിന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് തേങ്ങയാണ് അരച്ച് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയത്ത് നമ്മൾ വൃത്തിയാക്കിയിട്ട് കുറച്ച് മുളക് പൊടി, ഒരിത്തിരി ഉപ്പും കൂടി ചേർത്ത് വെച്ചിട്ടുള്ള അയലമീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നു കഴിയുമ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടോ. ഇനി നമുക്ക് കുഞ്ഞുള്ളി, കുറച്ച് ഉലുവയും കൂടി വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് ഇതിലേക്ക് താളിപ്പായിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയലമീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.